ഒരു ദിവസം പറഞ്ഞ് ഇങ്ങനെ ഞാൻ പോകുന്നതാണ്, നമുക്ക് ഒരു ദിവസം മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ. അപ്പൊ പറഞ്ഞു ഇപ്പൊ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ എന്റെ ഡെഡ് ബോഡി ആട്ടേരും, കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ വരുന്നത് ഇയാളായിരിക്കുമല്ലോ. ഞാൻ വെയിനട്ട് ചെയ്തു ആ ദിവസം. ഓക്കെ, തന്റെ 5-ാം വയസ്സിലും അതേപോലെ തന്നെ +1 പഠിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും അവർക്ക് 2 പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒന്ന്, അവരെ മതം പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ്. രണ്ടാമത് അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. ഇവിടെ ചില ആളുകൾ ഈ ഒരു മതത്തിനെ, മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് നിരന്തരമായിട്ട് വേട്ടയാടുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആളോട് എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ, ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കുഞ്ഞിപ്പോ ഇത്തരം രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ അച്ഛനാകാം, അനുജനാകാം, ചേട്ടനാകാം, ഉസ്താദാകാം, ടീച്ചറാകാം, അയൽവാസിയാകാം, ആരുമാകാം. എല്ലാവരെയും നമുക്ക് ഒരൊറ്റ കണ്ണിലേ കാണാൻ കഴിയുള്ളൂ, രാക്ഷസ ഗണത്തിൽ. അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അവർ കുഞ്ഞാണോ അല്ലെങ്കിൽ അമ്മയാണോ ഒന്നും നോക്കില്ല. അത്തരം മനോഭാവമുള്ള ആളുകളെ നമ്മൾ തുറന്നു കാണിക്കണം. അതിനാണ് ഈ ചാനൽ അല്ലേ. അപ്പൊ ഈ ഉസ്താദ് ചെയ്ത ഈ ഒരു കാര്യത്തിൽ എല്ലാ ഉസ്താദുമാരും അങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു ഇൻട്രോ തന്നിട്ടുള്ളത്. എന്തായാലും ആ ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം അത് നമ്മൾ അറിയണം, അത് അറിയുക തന്നെ വേണം. നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കേണ്ടത്, അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള വിദ്യാഭ്യാസം എന്താണ് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന് കാണാം. ഉസ്താദിന്റെ അഭിനയത്തിന്റെ ടൈമിൽ ക്ലീനിങ് ചെയ്യാണ്ട് ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്ന സമയത്ത്, അപ്പോൾ ക്ലീനിങ് ചെയ്യാണ്ട് ഞാൻ ലീഡറായിരുന്നു മദ്രസയിൽ. അപ്പോൾ എല്ലാവരും വരണം, അവളെയും വിടുണ്ടു എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞു എല്ലാവരും പോകുന്നല്ലേ, നീയും പൊക്കോന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. എല്ലാവരും ഉണ്ടാവുമല്ലോ ആ ഒരു ഉമ്മയെ വിട്ടു. ഞാൻ പോകണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ഉമ്മ പറഞ്ഞു പൊക്കോ, എല്ലാവരും ഉള്ളതല്ലേ, പൊക്കോ ഉള്ള രീതിയിൽ നബിദിനല്ല നമ്മളതിലുണ്ടല്ലോ, മദ്രസ വൃത്തിയാക്കണമെങ്കിൽ ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് ആ ഒരു ഇതിൽ. അങ്ങനെ വിട്ട്. അങ്ങനെ വിട്ടതിന് ശേഷം അവിടെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് മദ്രസയിൽ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ഉസ്താദിനെ കാണാൻ പറ്റും മേലെ നിന്ന് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ആളിൻ്റെ അടുത്ത് പറഞ്ഞു മേലേക്ക് വരുവാ, എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മേലേക്ക് കയറിയപ്പോൾ ആരും ചെരുപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചെരുപ്പ് ഊരി വെക്കുമല്ലോ നമ്മൾ കയറുമ്പോൾ. എനിക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് എല്ലാവരും നിന്നെ പേടിപ്പിക്കാൻ നിൻ്റെ അകത്ത് ഇരിക്കരുത്. അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ മാറി ഇരുന്നിട്ട് ഭാവ പേടിക്കില്ല. അപ്പം അതാ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയപ്പോൾ ഇയാൾ ബാക്കിൽ കയറി പിടിച്ച് വായ പൊത്തിപ്പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അയാൾ പറയും ഇത് നടന്നത് എന്തെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പനെയും ഉമ്മനെയും കൊല്ലുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, അതിന് മതം പഠിപ്പിക്കുന്നതാണെങ്കിൽ ശരി, സ്കൂളിൽ പഠിപ്പിക്കുന്നതാണെങ്കിലും ശരി, സ്വന്തം മക്കളെ പോലെ കാണേണ്ട ആ ഒരു മനുഷ്യന്മാർ തന്നെ, കാടന്മാർ തന്നെ ഈ വൃത്തികേടുകൾ ചെയ്യുന്നു. എന്ത് വൃത്തികേടാണല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. ഇപ്പൊ ആ ഫാമിലി ഇതൊന്നും അറിയുന്നില്ലല്ലോ. ആ ഫാമിലി എന്താണ് ഇങ്ങനെ ഒരു പള്ളിയൊക്കെ വൃത്തിയാക്കുക, മദ്രസൊക്കെ വൃത്തിയാക്കുക, അതൊരു പുണ്യമുള്ള കാര്യമാണ്, അതുകൊണ്ട് മക്കൾ പൊക്കോട്ടെ എന്ന് ധാരണയിലാണ് അവർ വിട്ടയക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചില ആളുകൾ, ചില ഞരമ്പ് രോഗികൾ ചില ഇടങ്ങളിലൊക്കെ കയറി പറ്റിയിട്ടുണ്ടാവും. അതെല്ലാ ഇടങ്ങളിലും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇമാതിരി വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നമ്മളത് ശരിക്കും വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ ഏത് മേഖലയിലേക്ക്, ഏത് ഭാഗത്തേക്ക് നമ്മളെ മക്കളെ വിടും, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് അതല്ലേ. എന്നിട്ട് ആ കുട്ടി ഇത് പറയാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അവരത് പറയുന്നതോട് കൂടിയിട്ട് തന്നെ അവർ സ്വന്തം ഞരമ്പ് മുറിക്കേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ട്. അത്ര അധികം വേദന സഹിച്ച്, അത്ര അധികം ഭയപ്പാടോട് കൂടിയിട്ടാണ് ആ കുട്ടി പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്. ഉറങ്ങാൻ കഴിയാതെ കാലങ്ങളോളം ചികിത്സ നടത്തി മരുന്നൊക്കെ കഴിച്ച് കൗൺസിലിങ്ങിലൊക്കെ വിധേയമായിട്ടാണ് ആ കുട്ടി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഈ ഒരു രീതി കണ്ടില്ലേ. വിസാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ ഫക്രുദ്ദീൻ പന്താവൂരാണ് ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം ഇത്തരം വാർത്തകളും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൃത്യമായിട്ടൊരു മുൻധാരണ നമ്മൾ എല്ലാ ഇടങ്ങളിലും വെച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഉസ്താദുമാരും ഇങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരുപാട് ആളുകൾ കാണുന്നതല്ലേ. അപ്പൊ അവരൊന്നും അങ്ങനെയല്ല. പക്ഷെ ചില ആളുകൾ ഉണ്ടാവും. അത് നമുക്ക് ഒരിക്കലും എല്ലാത്തിൻ്റെ ഇടയിലും ഉണ്ടാവും നന്മയും തിന്മയും. അതിൽ ആ തിന്മയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ, അതിനെ ബഹുവൽക്കരിച്ചുകൊണ്ട് ആരും പറയുന്നത് ശരിയല്ല. കാരണം നമ്മൾ നാളെ മുന്നോട്ട് നോക്കുന്ന ആളുകളൊക്കെ ആ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. കാരണം മകൻ അമ്മയെ, പെങ്ങളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിനർത്ഥം നമ്മളെല്ലാ മക്കളെയും ആ രീതിയിൽ കാണണമെന്നില്ലല്ലോ. ഒരു മുൻകരുതൽ ഉണ്ടാവുക, അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പാഠമായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ അതുകൊണ്ട് ആ ഒരു അന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു മൈൻഡില്ലല്ലോ, വിശ്വസിക്കാൻ. അതുകൊണ്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലില്ല, കൂട്ടുകാരികളുടെ അടുത്ത് അയാളടുത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ഇതാക്കും, പോകണ്ടല്ലോ. അതെ അതെ. വേറൊരു കുട്ടി ഒറ്റക്കായി അയാളെ സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ഇൻസിഡന്റ്, അതായത് ഞാനെല്ലാം മറ്റേ ആളിൽ നിന്നുണ്ടായ എല്ലാ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വേറെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അത്
FIR ഒരു ഫയൽ ചെയ്തത്. അതിന്റെ കേസ് അയാൾക്ക് ഇപ്പൊ 41 വർഷം തടവ്. പട്ടാമ്പി കോർട്ടിലായിരുന്നു കേസ് നടന്നത്. അതായത് 2021 കേസ് കൊടുത്ത് 2023 ഫെബ്രുവരി 3 ജഡ്ജ്മെന്റ് വന്നു. അങ്ങനെ അയാൾ ആദ്യം അയാളെ പിടിച്ച സമയത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മദ്രസയിൽ പോയിട്ട് അന്നത്തെ ഡേറ്റത്തെ ഞാൻ ആ പഠിച്ച വർഷത്തെ, അതായത് 2013 2014 എന്നുള്ള ആ ഒരു പട്ടിക മാത്രം അവിടെ കാണുന്നില്ല. ബാക്കി എല്ലാ പട്ടിക എല്ലാ ഇയർത്തെ അവിടെ ഉണ്ട്. അപ്പോൾ അത് അയാളെ വീട്ടിൽ നിന്ന് കിട്ടി. 41 വർഷമോ 49 വർഷം, എനിക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടിയില്ല. എന്തായാലും അത്ര ഒരു 40 വർഷത്തിന് മുകളിൽ ഒരാൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ ഈ കുട്ടി കൊണ്ട് കഴിഞ്ഞു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ എന്താണ്, മറ്റുള്ള സ്ത്രീകളെ അങ്ങനെ നോക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ആ മതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദിന്റെ ഗണത്തിലേക്ക് പെടുത്തേണ്ട ആ നികൃഷ്ട ജീവി ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുന്നു. എന്ത് വൃത്തികേടാലേ. ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 41 49 വർഷം ജയിലിൽ കിടക്കുമ്പോൾ അയാളെ താരാട്ട് പാടി ഉറക്കി കൃത്യമായിട്ട് പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ സുലഭമായ അടിപൊളി ഭക്ഷണം കിട്ടുന്നു, അവിടെ ജോലി എടുപ്പിക്കും, അതിൽ നിന്നുള്ള സമ്പാദ്യം കിട്ടുന്നു, അങ്ങനെ എല്ലാ നേട്ടങ്ങളും കിട്ടുന്നുണ്ട്. ഏത് തെമ്മാടിത്തരം ചെയ്യുന്ന ആൾക്കും ജയിൽ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവസ്ഥ, ജയിലിനകത്ത് പോയാൽ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. നാട്ടുകാരായിരുന്നു ഒരു പക്ഷെ തല്ലേണ്ടിയിരുന്നത്. ഈ കുട്ടി ഒരുപാട് കരുതലുകൾ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. അയാളുടെ അടുത്തേക്ക് പോകുന്ന ആ ഉസ്താദ് എന്ന് പറയുന്ന നികൃഷ്ട ജീവിയുടെ അടുത്തേക്ക് പോകുന്ന കുട്ടികളെ ഇവരോടൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അവരങ്ങനെ ചെല്ലുന്ന സമയത്ത് ഇവരും കൂടെ നിന്നുകൊണ്ട് ഒരു കുട്ടിയെ ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്ന ഒരു അവസരം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവർക്കുണ്ടായ ഒരു അനുഭവം മറ്റുള്ള ആർക്കും ഉണ്ടാവരുത് എന്നുള്ളതാണ്. പക്ഷെ ഇയാളെ കുടഞ്ഞ് ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേഷനിൽ വേറെ സാധനങ്ങൾ കിട്ടും. ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ വല്ല കുട്ടികളും ചെയ്തിട്ടുണ്ടോയെങ്കിൽ പറയാൻ കഴിയില്ലല്ലോ. 2021 കൊടുത്ത കേസ് 2023 ശിക്ഷ വിധിക്കുമ്പോൾ ഈ കുട്ടി അവിടെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന തെളിവുകളൊക്കെ ആള് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള രജിസ്റ്ററും കാര്യങ്ങളൊക്കെ മുക്കി. അതൊക്കെ തന്നെയാണ് നിർണായകമായിട്ടുള്ള തെളിവുകളായിട്ട് അവശേഷിച്ചത് എന്നുള്ളതാണ്. ഇനിയിപ്പോ എത്ര വലിയ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും മുകളിൽ ഒരാളുണ്ട്, എന്തെങ്കിലും ഒരു തുമ്പാടെ വെക്കും. ആ ഒരു തുമ്പ് തന്നെയാണ് ആ ഒരു കുട്ടിക്ക് നീതി കിട്ടാനുള്ള പ്രധാന കാര്യമായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, അവർക്ക് 5ാം വയസ്സിലുണ്ടായ കുട്ടിക്ക് 5 വയസ്സിലുണ്ടായ ഒരു അനുഭവം ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒന്ന് കേട്ടോക്കാം. ഉമ്മക്ക് ബ്ലാഡർ സ്റ്റോൺ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കായിരുന്നു. അപ്പം എന്നെ വെല്ലുമാൻ്റെ അടുത്താക്കിയിട്ടാണ് ഉമ്മയും പിന്നെ ഇത്താത്തയും കൂടെ പോയത്. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയത്. ഇത് സീരിയസ് ആണ്, സർജറി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ തന്നെ ഉമ്മക്ക്. അപ്പോൾ ഞാൻ മുത്തപ്പൻ്റെ വീട്ടിലാണ്, ഉപ്പൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ. അത് കഴിഞ്ഞ് സീരിയസ് ആയി അഡ്മിറ്റ് ചെയ്ത് സർജറിക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ അതാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, അതായത് മുത്തപ്പൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഉപ്പൻ്റെ സിസ്റ്ററാണ് അങ്ങനെ കൊണ്ടുവന്നത്, ഇവളെയും കൂട്ടിയിട്ട് വന്നത്. ചെറുപ്പത്തിൽ ഭയങ്കര അടിയും പ്രശ്നമില്ല. അപ്പം അമ്മായി പറഞ്ഞു നിങ്ങൾ ഒന്നിച്ച് നിൽക്കണ്ട, ഇവളെ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞാൽ എന്നെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം അന്ന് ഞാൻ ഇട്ട ഡ്രസ്സൊക്കെ അലക്കി വൃത്തിയാക്കി അമ്മായിൻ്റെ മോളുടെ ഒരു ഡ്രസ്സായിരുന്നു ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ടോപ്പ്. അമ്മായി ഫുഡൊക്കെ തന്ന് അമ്മായി എൻ്റെ ഡ്രസ്സുകളൊക്കെ കളിക്കാൻ വേണ്ടി ബാക്കി പോയപ്പോൾ എന്നെ കടത്തി ഉറക്കിയിട്ടാണ് അമ്മായി പോയത്. അപ്പോൾ ഇയാൾ റൂമിൽ വരും, പിന്നെ മേലെ കിടക്കും. എത്ര വയസ്സാ പ്രായം? അന്ന് എനിക്ക് 5 വയസ്സ്. 2007 31 ഡിസംബറിലാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. എന്റെ ജ്യേഷ്ഠനാണ് ഇമാതിരി തെമ്മാടിത്തരം ചെയ്തിട്ട് എന്നുള്ളതാണ്. ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് ഇടാൻ ഒരു വസ്ത്രം കൊടുക്കുന്നത് ആരതാ? ആ മൂത്താപ്പാന്റെ മകളുടെ ഡ്രസ്സ്. അതായത് 2 പേർക്ക് ഒരേ പ്രായം. എന്നിട്ടും ആ കുട്ടി അവിടെ കിടത്തി ഉറക്കി പോയപ്പോൾ അയാൾ ആ കുട്ടിയുടെ മേത്ത് കാണിച്ച ലൈംഗിക വൈകൃതത്തെ കുറിച്ചാണ് പറയുന്നത്. അത്രയും വെയിറ്റ് ഉള്ള ഒരാൾ ആ കുട്ടിയുടെ ദേഹത്ത് കിടന്ന് അയാൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സ്വന്തം ഏട്ടൻ അനിയത്തിയെ അല്ലെങ്കിൽ അമ്മയെ എന്ന രീതിയിലൊക്കെ നമ്മൾ ഡെയിലി വാർത്ത കേൾക്കണതാ. അതിലാരും ഉസ്താദാണോ മതമാണോ ഒന്നും നോക്കാറില്ലല്ലോ. അത് മുസ്ലിം ആണെങ്കിൽ മാത്രം അത് മതത്തെക്കുറിച്ച് സംസാരിക്കുക, ഹിന്ദു ആണെങ്കിൽ മിണ്ടില്ല. ഇവിടെ ഞാൻ ഒരു മതത്തെയും അവഹേളിക്കാൻ, ഒരു മതത്തെയും ചേർത്ത് വെച്ച് പറയുന്നില്ല. ഇവിടെ കാടന്മാരാണ്. ഇവരൊന്നും ഒരു മതത്തിൽപ്പെട്ടവരല്ല. ഇവരൊക്കെ കാടത്തരത്തിന്റെ മതത്തിൽപ്പെട്ട ആളുകളാണ്. ലൈംഗിക വൈകൃതത്തിന്റെ മതം, അതിനൊരു മതം തന്നെ ഉണ്ട്. കാരണം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തിയാൽ തന്നെ കാണാൻ കഴിയും. അതിൽ മതത്തിന്റെ പ്രശ്നം കൊണ്ടോ ഒരു മതം പഠിപ്പിച്ച വിഷയം കൊണ്ടോ അല്ല അവരങ്ങനെ ആവുന്നത്. അവർ സ്വയമായി മാറുന്നതാണ്. ഉപ്പാന്റെ ഏട്ടൻ കൊള്ളാം. അമ്മായിനോട് പറഞ്ഞോ? എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു 4 മണി സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി തന്നു. ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം അമ്മായി ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു അത്യാവശ്യം. കാരണം അത്രയും ഭാരമുള്ള ഒരാൾ മേലെ നിൽക്കുന്നില്ലേ, അപ്പോൾ പെയിനും കാര്യങ്ങളുണ്ട്. വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കി തന്നു. തുറന്നു പറയാൻ ആ ഒരു സമയത്ത് ചെറിയ കുട്ടിയാ, എന്താ പറയാ, അതെന്താണെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അമ്മായിയോട് ആ കാര്യം പറഞ്ഞിട്ടില്ല. ഉമ്മ ആശുപത്രിയിലായതിന് ഉമ്മയോട് പറഞ്ഞില്ല. ഉപ്പ ഗൾഫിലാണ്, ഉപ്പയോടും പറഞ്ഞിട്ടില്ല.
അത് മനസ്സിലൊരു കനമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. സ്വപ്നത്തിൽ മുഴുവൻ ഈ നാറിയുടെ മുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പാന്റെ ഏട്ടൻ, ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ഈ ഒരു വിഷയം വാർത്ത കേട്ടത് കൊണ്ട് നമ്മൾ നമ്മളുടെ അച്ഛന്റെ ഏട്ടനെ നമ്മൾ ആ രീതിയിൽ കാണുമോ? ഇല്ലല്ലോ, നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. അങ്ങനെ കാണാൻ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുൻവിധി എപ്പോഴും വേണം, മുൻധാരണ എപ്പോഴും വേണം. അതിനർത്ഥം അയാളെ സംശയിക്കണം എന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാനും കഴിയില്ല. എപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. കുട്ടിയെ മദ്രസയിൽ വിടാതിരിക്കാനോ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടാതിരിക്കാനോ, അമ്പലത്തിലേക്ക് വിടാതിരിക്കാനോ, റോഡുകളിലേക്ക് ഇറക്കി വിടാതിരിക്കാനോ നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ചെയ്യേണ്ട വിഷയങ്ങളായതുകൊണ്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ അത് കുട്ടികൾ നമ്മളോട് പറയാൻ രീതിയിലുള്ള പഠനങ്ങൾ നമ്മൾ കൊടുത്താൽ മാത്രം മതി നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തടയാൻ കഴിയും. ഇപ്പൊ ഇവിടെ ഉപ്പയോട് പറഞ്ഞപ്പോണ്ടായ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ ഒരു വിവരിക്കുന്നുണ്ട്. ഇയാള് ഇടയ്ക്ക് വീട്ടിൽ വരും, ഇയാളെ കാണുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. മനസ്സിലായി, അതൊന്നും ഉറങ്ങാൻ പറ്റാറില്ല. ഇയാള് കണ്ടു കഴിഞ്ഞാൽ അന്നെങ്ങനെ ചെയ്യും, വീഡിയോ പ്ലേ ചെയ്ത പോലെ മൈൻഡിൽ ഇങ്ങനെ വരും കാര്യങ്ങൾ. ഇയാളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, കാരണം ഉപ്പാന്റെ ജ്യേഷ്ഠനാണ്, വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. ഓരോ ഫംഗ്ഷനും ഇയാൾ വന്നിരും. ആ ഒരു കാര്യം വല്ലാത്തൊരവസ്ഥ കേട്ടോ. ആ കുട്ടി ഇത്രയും നാൾ അത് സഹിച്ച് ഇങ്ങനെ പോയോണ്ടിരുന്നു. സ്വന്തം ഉപ്പയോട് പറഞ്ഞപ്പോൾ ഉപ്പ ഇത് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ എന്ന രീതിയിലൊക്കെയാണ് ആദ്യം അവർ ചിന്തിച്ചത്. കാരണം കുടുംബത്തിന്റെ പേര്, പെൺകുട്ടിയുടെ കല്യാണക്കാര്യം നടക്കില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചു. പക്ഷെ ആ ഒരു വിഷയം ഏതൊരു ഫാമിലിയിൽ നടന്നാലും നമ്മുടെ വീടിന്റെ പ്രശ്നമോ നമ്മളെ കുട്ടിയുടെ കല്യാണക്കാരോ അതൊന്നും ചിന്തിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നാളെ വീണ്ടും അത്തരം മറ്റുള്ള കുട്ടികളെ ചൂഷണം ചെയ്യില്ലേ. നമ്മളിപ്പോൾ ഈ കുട്ടിയുടെ മുഖം കാണിച്ചിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയാസിന്റെ മുന്നിൽ നമ്മുടെ മുഖമോ പേരോ ഒന്നും കാണിക്കാത്ത രീതിയിൽ തന്നെ സീക്രട്ട് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ കഴിയും. പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ജയിലിട്ട കഴിഞ്ഞ അവസ്ഥ നമുക്ക് അറിയാലോ. ഒരു സുന്ദരകുട്ടന്മാരായിട്ട് പിന്നെ പുറത്തേക്ക് വരിക. ഇവരൊക്കെ ഇത്തരം വൃത്തികേട് ചെയ്ത ആളുകളെയൊന്നും പുറം ലോകത്തേക്ക് പിന്നെ ജാമ്യം കൊടുത്ത് വിടരുത്. അവിടെ തൂക്കിക്കൊല്ലാനുള്ള സംവിധാനം ഒരുക്കുക, ഇരുട്ടറയിൽ അടയ്ക്കുക, വലിയ വലിയ ശിക്ഷകൾ കൊടുത്താൽ തന്നെയാണ് ഇത്തരം അനീതികൾ അവസാനിക്കുകയുള്ളൂ. സൗദി അറേബ്യ എന്ന് പറയുന്ന ശരീഅത്ത് നിയമമുള്ള രാജ്യത്ത് പോലും ഇത്ര വലിയ നിയമം ഉണ്ടായിട്ട് പോലും അവിടെ വളരെ വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അതാണ്. അപ്പൊ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എന്തൊക്കെ നടക്കും? കൂടുതലൊന്നും പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിലക്കാൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിൽ സന്ദീപ് വടപ്പാൾ, സൈനിങ് ഓഫ്.